ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ്. ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ട് പെട്ടെന്നൊരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അതിനായി 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കും. ഈ പലഹാരം മുട്ടപ്പാലട എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് മാവ് എടുത്തില്ലേ, അതിൽ ഫുള്ളും 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റേത്. അതായത് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചാൽ പരന്ന് കിട്ടണം. അതിന് വേണ്ടി നന്നായി ഇളക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ചാനലാണിത്. ഗ്രീൻ ചില്ലീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. വളരെ കുറച്ച് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. ഇതാ തേങ്ങ ചിരവിയതും പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ദോശ ചുടുന്ന ഒരു പാന് എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായി ചൂടാക്കിയിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഒഴിച്ച് നല്ല തിന്നായിട്ട് ഒരു ദോശ പോലത്തെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് പഞ്ചസാരയും തേങ്ങയിട്ട് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം റെഡി. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുള്ളതും കുറച്ച് സാധനങ്ങൾ കൊണ്ട് കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.